ആഗ്രഹിക്കുന്നു. കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം നമുക്കേവർക്കും വളരെ പരിചിതമാണല്ലോ. മഹാമാരിയൊക്കെ ഒന്ന് ശാന്തമായി, കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി എന്ന് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കിയപ്പോൾ അടുത്ത ഞെട്ടൽ വരുത്തിക്കൊണ്ട് മഹാമാരിക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു. പണ്ടത്തെ പോലെ നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നാളെ നമുക്ക് എന്ത് ഭവിക്കാൻ പോകുന്നുവെന്ന് യാതൊരു നിശ്ചയമില്ല. പക്ഷേ ഭാരപ്പെടേണ്ട, കൃപ പ്രാപിച്ച ദൈവജനത്തിൻ്റെ ഭാവി ദൈവത്തിൻ്റെ ഉള്ളങ്കയിൽ സുരക്ഷിതമാണ്. അധികകാലം നാം ഇവിടെ കാണത്തില്ല. കാന്തൻ്റെ വരവിൻ്റെ മാറ്റൊലി ഏറ്റവും ശ്രദ്ധേയമായി മുഴങ്ങിക്കൊണ്ടിരിക്കുക. വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രമേയമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. എൻ്റെ വിഷയം അതല്ലെങ്കിലും അബദ്ധജടിലമായ കർമ്മജടിലമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് നാം ഈ സത്യത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചത് കാഹളം ധ്വനിക്കുമ്പോൾ അവനോടൊപ്പം പോകാനാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് വേദപുസ്തകത്തിലെ ഏറ്റവും ഗംഭീരമായ വിഷയം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പ്രകീർത്തിക്കുന്ന ഗംഭീരമായ 5 സാക്ഷ്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സാക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷ്യമാണ്, പ്രകൃതിയുടെ സാക്ഷ്യമാണ്. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വരാറായി എന്ന യാഥാർത്ഥ്യം അവൻ്റെ അജ്ഞാനുവർത്തികളാകുന്ന നാം ഈ ലോകത്തോട് പറയാതെ മനഃപൂർവ്വം മറച്ചുവെച്ചാലും മഹാദൈവത്തിൻ്റെ കരുത്തുറ്റ വാക്കിനാൽ ഉളവായ പ്രപഞ്ചത്തെ കൊണ്ട് ദൈവം ആ സന്ദേശം വിളിച്ചു പറയിക്കും. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളും മഹാമാരിയുടെ വല്ലാത്ത വ്യാപനങ്ങളുമൊക്കെ കൃപ പ്രാപിച്ച നമ്മോട് വിളിച്ചു പറയുന്ന ഒരേ ഒരു സന്ദേശം: നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കാലം അതിൻ്റെ അന്ത്യത്തിലെന്ന് വിശേഷിപ്പിക്കാം, യുഗം അതിൻ്റെ പരിസമാപ്തി ദിശയിലെന്ന് വിശേഷിപ്പിക്കാം, ദിവസങ്ങൾ അതിൻ്റെ കടശ്യ ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. വേദപുസ്തകത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം അതിൻ്റെ നിവർത്തി പദങ്ങളിലാണ്. ഇനിയും സംഭവിക്കുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ്. 2 കാര്യം സംഭവിക്കും. ആര് തർക്കിച്ചാലും, ആര് എതിർത്താലും, ആര് വാദിച്ചാലും 2 കാര്യം സംഭവിക്കും. അത് നടന്നേ പറ്റൂ. 1 നമ്മുടെ മരണം, 2 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്. ഇതിൽ 2ൽ ഏത് ആദ്യം സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവും നമുക്കില്ല. ഇതിൽ 2ൽ ഏത് ആദ്യം സംഭവിച്ചാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടരുത്, നമ്മുടെ നിത്യത നഷ്ടപ്പെടരുത്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിൽ നമുക്ക് എത്തണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ആരാധനകളും വചനകേൾവിയും എന്തെങ്കിലും ഒരു ഉപരിവിപ്ലവങ്ങൾക്കപ്പുറം നമ്മുടെ അഴുക്കുകളെല്ലാം കഴുകി നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന നിമിഷങ്ങളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ധ്യാനങ്ങൾക്ക് ആധാരമായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം, വേദപുസ്തകം കരത്തിലുള്ളവർക്ക് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം ഇവിടെ പരസ്യമായി വായിക്കും, ശ്രദ്ധിക്കുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. കണ്ണുകളൊരു നിമിഷം അടച്ച് തലവണക്കി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്തൊരു പ്രതികൂല കാലാവസ്ഥയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ് ഈ വേദിയും പന്തലും അവർ അലങ്കരിച്ചിരിക്കുന്നത്. പരിസരം ക്രമീകരിച്ചിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. ഈ യോഗം ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം പൂർത്തീകരിക്കുവാൻ കഴിയുമോ എന്ന് ഭയപ്പെട്ട നിമിഷങ്ങളായിരുന്നു ഇത്. തൊട്ടു മുമ്പ് വരെയുള്ള നിമിഷങ്ങൾ പ്രകൃതി നമുക്ക് പ്രതികൂലമായിരുന്നുവെങ്കിലും അല്പമായി ദൈവം നമുക്കവയെ ശാന്തമാക്കി തന്നല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി എല്ലാവരും അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. മിനിറ്റുകൾക്ക് മുമ്പ് വരെ പുറത്ത് കോരിച്ചൊരിഞ്ഞ മഴയുടെ തണുപ്പ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അകത്ത് കയറാതെ ആത്മാവിൽ ചൂടുപിടിച്ചവരായി അല്പനിമിഷം ദൈവമക്കൾ സ്തുതിയോ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഇന്ന് രാത്രിയിൽ ഞാനൊരു പ്രസംഗം നടത്തി എന്നതല്ല, ദൈവവചനത്തിൻ്റെ ശക്തമായ ഒഴുക്ക് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടേണ്ടിയതിനായി കൃപ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ
ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത മഹാദൈവം ഇന്ന് രാത്രിയിൽ പരിവാര സമുന്നതനായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളും അല്പനിമിഷം നാവുകൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി അവിടുത്തെ തിരു സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൽ. കരമൊന്ന് ഉയർത്തി. എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൽ. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൽ. എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൽ. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. പിതാവേ, എത്ര മധുരമാണ് അങ്ങയുടെ നാമത്തിന്റെ ശ്രേഷ്ഠത. ഇന്ന് രാത്രിയിലും പരിവാര സമുന്നതനായി ഞങ്ങളുടെ നടുവിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. വായിച്ച തിരുവെഴുത്തുകളെ ഞങ്ങളുടെ തൃക്കരത്തിൽ തരുന്നു. ഞങ്ങളെല്ലാവരും ഗ്രഹിക്കത്തക്ക ക്രമത്തിൽ ഈ തിരുവെഴുത്തുകളുടെ പൊരുളുകൾ തിരിച്ചു തരേണ്ടതിന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ തുണ നിൽക്കണമേ. സാധുവിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ലാവണ്യമധരങ്ങളിൽ പകരണമേ. ജനഹൃദയത്തെ ഈ രാത്രിയിൽ ഒരുക്കിയ നിലങ്ങളാക്കണമേ. അങ്ങയുടെ പുത്രനെ ധാരാളമായി ഉയർത്തണമേ. ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേകരെങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് നിത്യതയിലേക്ക് അനേകർ ആകർഷിക്കപ്പെടേണ്ടതിന് അങ്ങയുടെ പുത്രനെ ധാരാളമായി രാത്രി ഉയർത്തുവാൻ കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. വായിച്ചനുഗ്രഹിക്കപ്പെട്ട വേദഭാഗങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാക്യം എന്നെ സംബന്ധിച്ച ഒരു പുതിയ വാക്യമല്ല. ഈ വാക്യത്തിലെ സന്ദേശം എന്നെ സംബന്ധിച്ച് ഒരു പുതിയ സന്ദേശമല്ല. സുവിശേഷം പ്രസംഗിക്കുവാൻ എനിക്ക് ഒരുക്കപ്പെടുന്ന ധാരാളം വേദികളിൽ ഞാൻ തുടർമാനമായി പ്രസംഗിച്ചു വരുന്ന ഒരു ഭാഗമാണ് ഈ രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യത്തെ ആസ്പദീകരിച്ച എന്നേക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. ഈ വാക്യത്തെ ആസ്പദീകരിച്ച് പ്രബോധനങ്ങളും ഏടുറ്റ പ്രഭാഷണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള പ്രബുദ്ധരായ കേൾവിക്കാരാണ് ബഹുമാന്യരായ ശ്രോതാക്കൾ. ഈ വാക്യത്തിലെ ധ്യാനങ്ങളിലൂടെ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സുവിശേഷ സന്ദേശം ഈ നാടിനോട് വിളംബരം ചെയ്ത് ഈ രാത്രിയിൽ വിരമിപ്പാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്.
തിമത്തിയോസിന്റെ ലേഖനമാണ് ഈ രാത്രിയിലെ ധ്യാനത്തിന് ആധാരമായി നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ലേഖന പരമ്പരകൾക്കിടയിൽ എന്താണ് തിമത്തിയോസിന്റെ ലേഖനത്തിന്റെ സവിശേഷത? ദൈവമക്കളായ നാം നിർബന്ധമായി വായിക്കേണ്ടിയ ലേഖനമാണ് തിമത്തിയോസിന്റെ 1-2 ലേഖനം. കാരണം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായി അവന്റെ മക്കളായ നമ്മെ ഒട്ടനവധി പ്രത്യാശയോടെ ഒരുക്കി നിർത്തുന്ന ഈടുറ്റ പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളും ദൈവാത്മാവ് വാരി നിറച്ചിരിക്കുന്ന ലേഖനമാണ് തിമത്തിയോസിന്റെ 1-2 ലേഖനങ്ങൾ. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ ധ്യാനിച്ചു വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സമയം കണ്ടെത്തി ഈ ലേഖനം ധ്യാനിക്കുവാനും വായിക്കുവാനും ഞാൻ ശുപാർശ ചെയ്യുകയാണ്. നമുക്കറിയാം, അതിശ്രേഷ്ഠ അപ്പോസ്തലനാകുന്ന പൗലോസ് ധാരാളം ലേഖനങ്ങൾ എഴുതി ദൈവസഭയ്ക്ക് വിഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും പൗലോസ് എഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായി എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തെ പരിഗണിക്കുന്നത്. അതിൻ്റെ കാരണം, മറ്റ് ലേഖനങ്ങളിലൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു പ്രധാന വിഷയം തിമത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ മരണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പം മറ്റുള്ള ലേഖനങ്ങളിലൊന്നും പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് തൻ്റെ മരണത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖന പരമ്പരകളിൽ ഏറ്റവും സമാപനമായി എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് വേദവ്യാഖ്യാതാക്കൾ തിമത്തിയോസിന്റെ 2-ാം ലേഖനത്തെ പരിഗണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. 2-ാം അധ്യായം നാം ഒരു വിചിന്തനത്തിന് വിധേയമാക്കിയാൽ, ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ, അനുഗ്രഹിക്കപ്പെട്ട 3 പ്രമേയങ്ങളാൽ സമ്പുഷ്ടമാണ് തിമത്തിയോസിന്റെ 2-ാം ലേഖനം, 2-ാം അധ്യായം. കാമ്പുള്ള, കഴമ്പുള്ള, അർത്ഥമുള്ള, ആഴമുള്ള 3 ഗംഭീര വിഷയങ്ങളാൽ സമർത്ഥമാണ് ഈ 2-ാമത്തെ അധ്യായം. ഈ 2-ാമത്തെ അധ്യായത്തിൽ തല ഉയർത്തി പന്തലിച്ച് നിൽക്കുന്ന 3 വിഷയങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അതിൽ 3-ാമത്തെ വിഷയത്തിലേക്ക് പ്രഥമരാത്രിയിൽ നിങ്ങളുടെ ശബ്ദം ഞാൻ കൊണ്ടുവരികയാണ്. ഈ അധ്യായത്തിൽ തല പൊക്കി നിൽക്കുന്ന ഗംഭീരമായ 3 വിഷയത്തിൽ 1, സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭ്യമായ 7 നിസ്തുല്യ പദവികളും ആ പദവിയിൽ നിന്നുകൊണ്ട് ദൈവ പൈതൽ ചെയ്യേണ്ടിയ 7 ഉത്തരവാദിത്തങ്ങൾ. ഈ അധ്യായത്തിലെ 2-ാമത്തെ വിഷയം, നാം സേവിക്കുന്ന ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങൾ. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം, സുവിശേഷം എന്ത്, സുവിശേഷം എന്തല്ല. അപ്പൊ ഇത്തരത്തിൽ ഗംഭീരമായ 3 പഠന വിഷയങ്ങളാൽ, പ്രസംഗ വിഷയങ്ങളാൽ പൂത്തുലഞ്ഞ് സമർത്ഥമായി നിൽക്കുന്ന ലേഖനമാണ് തിമത്തിയോസിന്റെ 2-ാം ലേഖനം, 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 3 വിഷയങ്ങളിൽ 1-ാമത്തെ വിഷയം വിട്ട്, 2-ാമത്തെ വിഷയവും വിട്ട് 3-ാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ്. ഈ വേദഭാഗത്തിൽ സുവിശേഷത്തിന്റെ സാരസംഗ്രഹത്തെക്കുറിച്ച് പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിക്കുകയാണ്. എനിക്ക് പ്രസംഗിക്കുവാൻ കിട്ടുന്ന വേദികൾ ഏത് തന്നെയാണെങ്കിലും, അത് കവലയാണെങ്കിലും ശരി, കൺവെൻഷൻ ആണെങ്കിലും ശരി, കാത്തിരിപ്പാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ശരി, അത് മരണ വീടാണെങ്കിലും ശരി, എനിക്ക് പ്രസംഗിക്കുവാൻ കിട്ടുന്ന ഏത് വേദികളിലും ഞാൻ സുവിശേഷം എന്നാലാവോളം പ്രസംഗിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ സുവിശേഷകനായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം എന്ന പദത്തിന് സുന്ദരമായ ഒരു അർത്ഥമുണ്ട്, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സുവിശേഷം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വേദപുസ്തകം നാം ഒന്ന് പരിശോധിച്ചാൽ 6 വിധ സുവിശേഷങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. 1,
കൃപയുടെ സുവിശേഷമാണ്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യം. 2, മഹത്വത്തിന്റെ സുവിശേഷമാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. 3, സമാധാനത്തിന്റെ സുവിശേഷമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത് വാക്യം. 4, എൻ്റെ സുവിശേഷം. റഫറൻസ് പറയേണ്ട കാര്യമില്ല, അതാണ് നമ്മുടെ കുറിവാക്യം. 5, രാജ്യത്തിന്റെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യം. 6, നിത്യമായ സുവിശേഷം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അപ്പൊ സുവിശേഷം എന്ന മഹത്വകരമായ പ്രമേയത്തോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നാം ഒന്ന് പരിശോധിച്ചാൽ 60 സുവിശേഷങ്ങളെ കുറിച്ചാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. കൃപയുടെ സുവിശേഷമുണ്ട്, മഹത്വത്തിന്റെ സുവിശേഷമുണ്ട്, സമാധാനത്തിന്റെ സുവിശേഷമുണ്ട്, എൻ്റെ സുവിശേഷമുണ്ട്, രാജ്യത്തിന്റെ സുവിശേഷമുണ്ട്, നിത്യ സുവിശേഷമുണ്ട്. ഇന്ന് രാത്രി 4-ാമത്തെ ആ പ്രഖ്യാപനത്തിലേക്കാണ് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ സുവിശേഷം. എത്ര സുന്ദരമായ പ്രഖ്യാപനമാണ്, എൻ്റെ സുവിശേഷം. എന്തുകൊണ്ട് പൗലോസ് എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു? താൻ ഉണ്ടാക്കിയ സുവിശേഷമല്ലിത്, താൻ ചമച്ച സുവിശേഷമല്ല. പിന്നെ സുവിശേഷത്തെ നോക്കി അതെൻ്റെ സുവിശേഷമെന്ന് മാറത്ത് കരം വെച്ച് പൗലോസ് പറഞ്ഞത് ഈ സുവിശേഷത്തെ പൗലോസ് തൻ്റെ സ്വന്തമായി കണ്ടതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തെ സ്വന്തമായി കാണുന്ന ദൈവകുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ വേദഭാഗത്തിൽ പൗലോസ് ഉയർത്തി കാണിക്കുന്നത് സുവിശേഷത്തിന്റെ സാര സംഗ്രഹത്തെയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സഹൃദയരെ, എന്നെ കേൾക്കുന്ന നല്ലവരായ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്ന നിശ്ചലമായൊരു വസ്തുവല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. സുവിശേഷം എന്ന് പറയുന്നത് കുറെ സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ 4-5 ആശയമല്ല. പിന്നെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ പദം ഒരിക്കൽ കൂടെ ഞാൻ ഇന്ന് ആവർത്തിച്ച് മുൻപോട്ട് പോകാം. സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലിരിക്കുന്ന നിശ്ചലമായ ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ സാഹിത്യ പദങ്ങളുടെ അടിയൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ 1-2 ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ ആ ക്രിസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന 3 കാര്യങ്ങൾ സുവിശേഷത്തിന്റെ അകക്കമ്പായി, സുവിശേഷത്തിന്റെ സത്താവിശേഷമായിട്ട് പൗലോസ് ഈ വാക്യത്തിൽ ഉയർത്തി കാണിക്കുന്നു. അതെന്തൊക്കെയാണ്? 1, യേശുക്രിസ്തുവിന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ മരണം. 3, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം ആചരിക്കുന്ന ഇടത്ത് പ്രസംഗിക്കുന്ന ഇടത്തും സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിക്കുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്. അപ്പൊ ഈ പ്രഥമ രാത്രിയിൽ സുവിശേഷം എന്ന ഗംഭീരമായ പ്രസംഗ വിഷയത്തിൽ ഈ ഉള്ളവന്റെ പ്രസംഗത്തിന്റെ പെരുവിരൽ ഊന്നി നിർത്തിക്കൊണ്ട് 3 വിഷയങ്ങൾ ഇന്ന് രാത്രി എനിക്ക് ഈ നാടിനോട് പറയാനുണ്ട്, നിങ്ങളോട് അവതരിപ്പിക്കാനുണ്ട്. 1, യേശുക്രിസ്തുവിന്റെ ജനനം. 2, യേശുക്രിസ്തുവിന്റെ മരണം. 3, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറയാം, അതിനല്ലേ ഞാൻ വന്നത്. എന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? അതും പറയാ, അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്.
എന്താണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത? അതും പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് അവന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറയാൻ ഏറെയുണ്ടെങ്കിലും ചുരുക്കമായി പറയാ, അവനെ പോലെ ജനിച്ചവൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. ഇനി അവനെ പോലെ ജനിക്കാൻ ഒരുത്തനുമില്ല. എന്താണ് അവന്റെ മരണത്തിന്റെ പ്രത്യേകത? അവനെ പോലെ മരിച്ചവൻ ആരുമില്ല. ഇനി അവനെ പോലെ മരിക്കാനും ഒരുത്തനുമില്ല. എന്താണ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത? അവനെ പോലെ മരണശേഷം ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരുത്തൻ ഈ പ്രപഞ്ചത്തിലില്ല, ഇനി ആരും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ ജനനം കൊണ്ടും മരണം കൊണ്ടും മരണാനന്തര ഉയർപ്പ് കൊണ്ടും അതുല്യനും നിസ്തുല്യനും ശ്രേഷ്ഠനുമായ ഒരു വ്യക്തിപ്രഭാവം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് ഈ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ചിന്തിക്കാനുള്ളത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചാണ്. അവന്റെ ജനനത്തെ കുറിച്ച് എത്ര സുന്ദരമാണ് യേശുക്രിസ്തുവിന്റെ ജനനം! എത്ര മനോഹരമാണ് യേശുക്രിസ്തുവിന്റെ ജനനം! എത്ര അവിശ്വസനീയമാണ്, എത്ര അവർണ്ണനീയമാണ് യേശുക്രിസ്തുവിന്റെ ജനനം! കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഞാനിവിടെ പറയുമ്പോൾ രണ്ട് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. രണ്ട് കാര്യം. ഒന്ന്, എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? രണ്ട്, എങ്ങനെയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ഈ രണ്ട് കാര്യവും ഓർപ്പിച്ചെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന വിഷയം എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റൂ. ഒന്ന്, എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? രണ്ട്, എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? അതിനു മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് രണ്ട് കാര്യം ഞാനൊന്ന് കയറ്റി പറയാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തുവിനെ പല നിലകളിൽ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ പല നിലകളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ പല നിലയിൽ എഴുതുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു മധ്യസ്ഥനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു ചരിത്ര പുരുഷനായി മാത്രം ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിനെ നാം എല്ലാവരും ഈ ലോകത്തിൽ ജനിച്ച് മരിക്കുന്നത് പോലെ ഒരിക്കലായി ലോകത്തിൽ ജനിച്ച് എല്ലാവരും മരിക്കുന്ന പോലെ മരിച്ച് ഒരിക്കലും തിരികെ വരാതെ ചരിത്രത്തിന്റെ താളുകൾക്കപ്പുറത്തേക്ക് തിരോധാനം ചെയ്യപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനായി യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാത്രമല്ല, അവനെ ഒരു പഴങ്കഥയായി, അവനെ ഒരു നിർമ്മിത കഥയായി, അവനെ ഒരു കിഴവിക്കഥയായി ചിത്രീകരിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാനവരെ പരിഹസിക്കുന്നില്ല. അവരുടെ അറിവുകേട് ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ അറിവുകേടാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായി മാത്രം, യേശുക്രിസ്തുവിനെ കേവലം ഒരു മധ്യസ്ഥനായി മാത്രം, യേശുക്രിസ്തുവിനെ കേവലം ഒരു ചരിത്ര പുരുഷനായി മാത്രം, യേശുക്രിസ്തുവിനെ കേവലം മരിച്ചുപോയ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ മാത്രം ചിത്രീകരിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിൽ ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ആരാണ് എന്ന അന്വേഷണത്തിന് കണ്ടെത്തൽ ലഭിക്കണമെങ്കിൽ ബഹുദൂരം സഞ്ചരിക്കേണ്ട കാര്യമില്ല, രാജ്യം വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. പാപത്തിലാണ്ടുപോയ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മഹത്വം മാറ്റിവെച്ച് മാനവാകാരം സ്വീകരിച്ച് വിണ്ണുവിട്ട് താണ മണ്ണിലേക്ക് അവതരിച്ച ക്രിസ്തു ലോകത്തെ നോക്കി പറഞ്ഞ് അവന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചാൽ അവൻ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടും. എത്രയോ പ്രഖ്യാപനങ്ങളാണ് യേശുക്രിസ്തു നടത്തിയത്. അതിൽ ചിലത് പറയാൻ എൻ്റെ ഉള്ളം വല്ലാതെ വെമ്പുകയാണ്. പാപത്തിൽ അണ്ടുപോയ മനുഷ്യന്റെ മോചനത്തിന് മഹത്വം മാറ്റി മാനവാകാരം സ്വീകരിച്ച് വിണ്ണുവിട്ട് മണ്ണിലേക്ക് അവതരിച്ച ക്രിസ്തു തന്നെ അനുഗമിക്കുന്ന ജനകോടികളെ നോക്കി മാറത്ത് തട്ടി പ്രഖ്യാപിച്ച അവകാശ പ്രഖ്യാപനങ്ങൾ വേദപുസ്തകത്തിന്റെ താളിൽ, ചരിത്രത്തിന്റെ താളിൽ ഒരു തങ്കവിളക്ക് പോലെ ഇന്നും കെടാതെ കത്തി നിൽപ്പുണ്ട്. അതിൽ ചിലത് അടർത്തിയെടുത്ത് ഞാനൊന്ന് ഇട്ടു തരാൻ ആഗ്രഹിക്കുക. ആദ്യമായി എന്താണ് ക്രിസ്തു പറഞ്ഞത്? ഞാൻ തന്നെ വഴി,
ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ എത്ര മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, ഇവിടെ എത്ര മഹാസമ്രാട്ടുക്കൾ വാണിട്ടുണ്ട്, ഇവിടെ എത്ര മഹാരാജാക്കന്മാർ ഉടുതുമറിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭൂതകാലഘട്ടങ്ങളിൽ മറഞ്ഞു. അവരുടെ പിന്നണികൾ വർത്തമാന കാലത്തിന്റെ പടവുകൾ ചവിട്ടി ഇറങ്ങി അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകത്തിൽ വന്ന് ലോകത്തെ ഇളക്കി മറിച്ച, ലോകത്തെ കിടുകിട വിറപ്പിച്ച, ലോകത്തെ വെട്ടിമുറിച്ച ഒരു മഹാന്മാർക്കും പ്രഖ്യാപിക്കുവാൻ ധൈര്യമില്ലാതെ പോയ പ്രഖ്യാപനം. യേശു ലോകത്തെ നോക്കി പറഞ്ഞു, ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാണ്. തീരുന്നില്ല അവിടുത്തെ പ്രഖ്യാപനം. വീണ്ടും പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എത്ര മനോഹരമായ പ്രഖ്യാപനം. മാതരടിയനായ ശ്രീബുദ്ധനെ കുറിച്ച് മറ്റുള്ളവരാണ് പറഞ്ഞത് അദ്ദേഹം ഏഷ്യയുടെ വെളിച്ചമാണെന്ന്. എന്നാൽ യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് മറ്റാരുമല്ല പറഞ്ഞത്. യേശു താൻ മാറത്ത് തട്ടി ലോകത്തോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. തീരുന്നില്ല, വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. തീരുന്നില്ല, വീണ്ടും അവിടുന്ന് ലോകത്തോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വീണ്ടും പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി വിടുകയില്ല. വീണ്ടും പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാ. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും. അവന്റെ പ്രഖ്യാപനെല്ലാം കൂടെ ഒന്ന് ചേർത്തു വച്ചാൽ അവൻ ആരായിരുന്നു, അവൻ ആരാണ് എന്ന അന്വേഷണത്തിന് കൃത്യമായ ഉത്തരം കിട്ടും. ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്തു വെച്ചപ്പോൾ എൻ്റെ യേശു ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ കേവലം പ്രവാചകൻ മാത്രമല്ല, അവൻ കേവലം മധ്യസ്ഥൻ മാത്രമല്ല, അവൻ കേവലം ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ കേവലം ഒരു സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, അവൻ കേവലം ഒരു പഴങ്കഥയോ നിർമ്മിത കഥയോ അല്ല. അവൻ ആരാണ്? അവൻ ഉദ്ധിതനാണ്, അവൻ ഉദ്ധാരകനാണ്, അവൻ വിമോചകനാണ്, അവൻ പാപപരിഹാരകനാണ്, അവൻ ഏക മധ്യസ്ഥനാണ്, അവൻ ഏക രക്ഷകനാണ്, അവൻ ഏക സത്യദൈവമാണ്. അവനല്ലാതെ ഒരു രക്ഷകൻ വേറെയില്ല. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു പ്രവാചകൻ മാത്രമല്ല സ്നേഹിത. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥൻ മാത്രമല്ല സ്നേഹിത. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ മാത്രമല്ല സ്നേഹിത. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു കെട്ടുകഥയല്ല സ്നേഹിത. അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് ആരാധ്യനായ ദൈവമാണ്. അപ്പൊ ദാവീദിന്റെ സന്തതിയായി ജനിച്ചുവെന്ന് പറയുമ്പോൾ രക്ഷകനായ ക്രിസ്തു, വിമോചകനായ ക്രിസ്തു, ദൈവമായ ക്രിസ്തു എന്തിനീ ലോകത്തിൽ ജനിച്ചു? രണ്ട്, എങ്ങനെ കർത്താവ് ഈ ലോകത്തിൽ ജനിച്ചു? അതിന്റെ മറുപടിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. എന്തിന് ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഇന്ന് രാത്രിയിൽ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമായ വേദപുസ്തകത്തിലൂടെ തന്നെയാ. രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, വായിപ്പിക്കുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ രണ്ട് വേദസൂക്തങ്ങൾ യേശുക്രിസ്തു ലോകത്തിൽ എന്തിനു ജനിച്ചു എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാ. ഒന്ന്, മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും, ബാക്കി ഉറക്കിയെന്ന് പറയാമോ, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യരുടെ പാപങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരു വാക്യം കൂടെ പറയാ, യേശുക്രിസ്തുവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയയുടെ അടുക്കൽ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ വന്ന് മറിയോട് എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. വന്ദനസ്വരം കേട്ട് ഞെട്ടി നിൽക്കുന്ന മറിയോട്, ജോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ ഒരു വാഗ്ദത്തം പറയുക, ഒരു പ്രോമിസ് പറയുക.
നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആ മകൻ ആരാന്നറിയാമോ? അവൻ ഗ്രന്ഥകാരനല്ല, അവൻ ചരിത്രകാരനല്ല, അവൻ സാഹിത്യകാരനല്ല, അവൻ സത്യാന്വേഷകനല്ല, അവൻ തീർത്ഥാടകനല്ല. പിന്നെ അവൻ ആരാ? തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശുക്രിസ്തു എന്ന് പേരിടണം. അപ്പൊ ഈ രണ്ടു വേദഭാഗങ്ങൾ ചേർത്തു വെച്ച് പരിശോധിച്ചാൽ യേശുക്രിസ്തു എന്തിന് ഈ ലോകത്തിൽ ജനിച്ചു എന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ലഭിക്കും. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യമിത്രങ്ങളെ, ഇന്നേക്ക് 2022 വർഷങ്ങൾക്ക് പുറകിൽ മഹാദൈവമായ ക്രിസ്തു, രക്ഷകനായ ക്രിസ്തു, വിമോചകനായ ക്രിസ്തു ജീവിതത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ച് മറി എന്ന പെൺകുട്ടിയുടെ ഉദരം കടമെടുത്ത് കാലഘട്ടത്തെ രണ്ടായി വിഭാഗിച്ച് കാലത്തിന്റെ സമ്പൂർണതയിൽ കാലകതിരവനും കരുണാമയനുമായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് എന്തിന്? മതസ്ഥാപനങ്ങൾക്കല്ല, രാഷ്ട്രസ്ഥാപനങ്ങൾക്കല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണങ്ങൾക്കല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന രക്ഷകനും വിമോചകനും സർവശക്തനും ദൈവമായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കാനാണ്. അങ്ങനെയെങ്കിൽ തന്റെ ഇടത്തോടെ പറയാ, ചങ്കുറപ്പോടെ വിളിച്ചു പറയാ, അഭിമാനത്തോടെ വിളിച്ചു പറയാ, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ച ഒരവതാരമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് എതിർപ്പുകളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും വേദപുസ്തകം കാലത്തോട് കൃത്യമായി പ്രഖ്യാപിക്കുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ നൽകപ്പെട്ട ഒരു നാമമില്ല. സ്നേഹിത, ഈ പന്തൽ ഇവിടെ ഇട്ടത്, ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ യോഗം ഇവിടെ സംവിധാനം ചെയ്തത് പണം കൂടിയത് കൊണ്ടല്ല. നിന്റെ പാപമോചനത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ജന്മകർമ്മ പാപത്തിന്റെ വിമോചനത്തിന് അവനികളുടെ പല കോണുകളിലും പാപപരിഹാരകനായ ഒരു ഈശ്വരനെ തേടി അലയുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുവെങ്കിൽ, ജന്മകർമ്മ പാപത്തിന്റെ വിമോചനത്തിന് അവനിയുടെ പല കോണുകളിലും അലഞ്ഞ് സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല മധ്യസ്ഥരാലും സകല ശക്തികളാലും കൈവിടപ്പെട്ട് എന്നെ വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്ക് മോചനമില്ല എന്ന് നനച്ച് പാപത്തിന്റെ വല്ലാത്ത വിഴുപ്പു ചുമ്മി ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞ പാത്രം പോലെ തകർന്നു കിടക്കുന്ന ആരെങ്കിലും ഈ ശബ്ദസീമയിൽ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിന്റെ വർഗം ഏതാണെങ്കിലും, നിന്റെ വർണ്ണം ഏതാണെങ്കിലും, നിന്റെ പ്രായം ഏതാണെങ്കിലും, നിന്റെ പശ്ചാത്തലം എന്താണെങ്കിലും, ഇന്ന് രാത്രി കർമ്മകാണ്ഡങ്ങളില്ലാതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇല്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കരുത്തുള്ള ഒരു രക്ഷകനെ ഞാൻ പ്രസംഗിക്കുന്നു. അവനാണ് യേശുക്രിസ്തു. അവനല്ലാതെ ഒരു പാപപരിഹാരകൻ വേറെയില്ല. അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തിനാണ് യേശുക്രിസ്തു ജനിച്ചത്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ആവർത്തിച്ച് സമയം കളയുന്നില്ല. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതെങ്കിൽ എങ്ങനെയാ ജനിച്ചത്? അവന്റെ ജനനത്തിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയാ ജനിച്ചത്? എല്ലാവരും ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചത്. പറഞ്ഞിട്ടാ ജനിച്ചത്, പറഞ്ഞ സ്ഥലത്താ ജനിച്ചത്, പറഞ്ഞ സമയത്താ ജനിച്ചത്, പറഞ്ഞതുപോലെയാണ് അവൻ ജനിച്ചത്. വിശദീകരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഇങ്ങനെ ജനിച്ചുവെന്ന് പറയാൻ ഒരു വാക്യം വായിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താപ്പോട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താപ്പോട്ടുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേ. അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവമായിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ ആരായി? അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു ജനിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, പാപപരിഹാരാർത്ഥം 2 വരികൾ മാത്രം കരമടിച്ച്, പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ എല്ലാ കരങ്ങളും അടിച്ച് യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ നല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും നല്ല ഭക്തമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുംബനാമം. ഓ പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. ഓ പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. അപ്പോൾ മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചെങ്കിൽ വന്നെങ്കിൽ അവൻ എങ്ങനെയാണ് ജനിച്ചത്? ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമാണ് ഇന്ന് രാത്രിയിൽ നാം വായിച്ചത്. എങ്ങനെ ജനിച്ചു? ഇങ്ങനെ ജനിച്ചു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ എന്തൊക്കെയാ ചെയ്തത്? ദാസരൂപമെടുത്തു. പിന്നെന്താ മോളെ? മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. ആമേൻ. എങ്ങനെയാ ജനിച്ചത്? ഇങ്ങനെയാണ് ജനിച്ചത്. ഇങ്ങനെയെല്ലാമാ ജനിച്ചത്. ഈ വാക്യം ഒന്ന് അപഗ്രഥനം ചെയ്താൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ അവൻ സ്വീകരിച്ച താഴ്ചയുടെ 7 പടികളാണ് ഈ വാക്യത്തിൽ പൗലോസ് വരച്ചു കാണിക്കുന്നത്. ആ 7 പടികൾ അവൻ എങ്ങനെയെല്ലാം ജനിച്ചു എന്നതിന്റെ വിശദീകരണമാണ്. ആ 7 പടികളിലും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടെങ്കിലും ആ 7 പടികളിലും നിൽക്കാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് നിയോഗം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ ജനനത്തിൽ അവൻ സ്വീകരിച്ച താഴ്ചയുടെ 2 പടികളിൽ മാത്രം ഞാനൊന്ന് നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ 7 പടികൾ ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ഒന്ന് വായിക്കണേ. 1, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ജനിച്ചു. 2, ദാസരൂപം
എടുത്തവനായി ജനിച്ചു. 3 മനുഷ്യ സാദൃശ്യത്തിലായി ജനിച്ചു. 4 തന്നെത്താൻ ഒഴിച്ചവനായി ജനിച്ചു. 5 വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ജനിച്ചു. 6 തന്നെത്താൻ താഴ്ത്തിയവനായി ജനിച്ചു. 7 മരണത്തോളം മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി ജനിച്ചു. ഇങ്ങനെ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കരമുയർത്തിയവനെ ഒന്ന് മഹത്വപ്പെടുത്തൂ. 7 കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ എൻ്റെ ഹൃദയത്തെ പുളകം കൊള്ളിച്ചത്, എൻ്റെ ഉള്ളിൽ വിപ്ലവത്തിന്റെ തരംഗമുളവാക്കിയ 2 പടികളുണ്ട്. അതിലൊന്ന് തന്നെത്താൻ ഒഴിച്ചവനായി ജനിച്ചു. അടുത്തത് വേഷത്തിൽ ആരായി? മനുഷ്യനായി വിളങ്ങി ജനിച്ചു. ഇത് രണ്ടും അല്പമായിട്ടൊന്ന് പറയാ, കേൾക്കണേ. യേശു എങ്ങനാ ജനിച്ചത്? തന്നെത്താൻ ഒഴിച്ചവനായി ജനിച്ചു. മഹാദൈവമായവൻ അല്ലേ, പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ ഉളവാക്കിയവൻ, താൻ മാത്രം അമർത്യത ഉള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യർക്കാർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവൻ, കോടാനകോടി സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിന്റെ പ്രഭയായവൻ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ ജനിച്ചത് എങ്ങനെയാണ്? തന്നെത്താൻ ഒഴിച്ചവനായി. കരമുയർത്തിയവനെ ഒന്ന് മഹത്വപ്പെടുത്താം. തന്നെത്താൻ ഒഴിച്ചവനായി. തന്നെത്താൻ ഒഴിച്ചവനായി എന്ന് പറയുമ്പോൾ അതിന് ഒരു ഗ്രീക്ക് വേർഡുണ്ട്. ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഇതാണ്: ശൂന്യനായി. കർത്താവ് ഈ ലോകത്തിൽ എങ്ങനെയാ ജനിച്ചത്? ശൂന്യനായി, ഒന്നുമില്ലാതെ ശൂന്യനായി. എന്ന് പറഞ്ഞാൽ ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ച് ശൂന്യനായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്. ഗാംഭീര്യ പരിവേഷങ്ങൾ. കർത്താവിനെ അവന്റെ മഹത്വത്തോടെ കണ്ടവൻ ആരെങ്കിലും ഉണ്ടോ പ്രിയരെ? യേശു ക്രിസ്തുവിനെ അവന്റെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരുമില്ല. ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് മുമ്പ് ജീവിച്ച വിശുദ്ധന്മാര് കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശു ക്രിസ്തുവിനെ അവന്റെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരും ഈ ലോകത്തിലില്ല. അതാ ഞാൻ പറഞ്ഞത്, ആരാണ് ദൈവം? താൻ മാത്രം അമർത്യതയുള്ളവനാ ദൈവം. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥൻ മാത്രമല്ല, പ്രവാചകൻ മാത്രമല്ല, ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ സത്യദൈവമാണെങ്കിൽ ആരാണ് ദൈവം? അമർത്യത ഉള്ളവൻ, താൻ മാത്രം അമർത്യത ഉള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, ഒരു മനുഷ്യർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവൻ, അവനാണ് ദൈവം. ഈ കാണുന്ന ചരാചര നിമിത്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റവാക്കിലുളവാക്കിയവൻ. ഹല്ലേലൂയ. 7 സമുദ്രത്തെ, ആ സമുദ്രത്തിലുള്ള സകല ജീവജാലങ്ങളെയും, ഈ അണ്ടകടാകത്തെ, ഈ പ്രപഞ്ചത്തിലുള്ള സകല ജന്തു സസ്യജാലങ്ങളെയും, എന്തിനേറെ മൈക്രോസ്കോപ്പ് വെച്ച് കാണത്തക്ക നിലയിലുള്ള വലിപ്പമില്ലാത്ത ചെറിയ അണുക്കൾ മുതൽ കടലിലെ വലിയ ജീവിയായ തിമിംഗലം വരെ, കരയിലെ വലിയ ജീവിയായ ആന മുതൽ ഡിനോസർ വരെ സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് ഒറ്റവാക്കിൽ ഉളവാക്കിയ സർവശക്തനായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? തന്നെത്താൻ ഒഴിച്ചവനായി. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കുത്തമ്പീനാർ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ചക്രവർത്തി തന്റെ പ്രിയതമ്മയ്ക്ക് വേണ്ടി പണിത് കൊടുത്ത ഡൽഹിയിൽ തലപൊക്കി നിൽക്കുന്ന താജ്മഹൽ എന്ന മാർബിൾ കൊട്ടാരമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഹുങ്കാര ശബ്ദത്തോടെ ചിതറിക്കുത്തി ഒഴുകുന്ന കാനഡയിലെ നയാഗ്ര വെള്ളച്ചാട്ടമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ഉദിച്ചുയർന്ന 21 നാഗരികതകളല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. കരമടിച്ചവനിക്കൊന്ന് മഹത്വപ്പെടുത്ത്. അവന്റെ ജനനം പോലെ ഒരത്ഭുതം വേറെയില്ല. നിങ്ങൾക്കറിയാമോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മീക സംഗമമാണ്
മാരാമൺ കൺവെൻഷൻ. 10,000-കണക്കിന് ആദരണീയരായ വിശ്വാസ സമൂഹം തടിച്ചുകൂടുന്ന ഏഷ്യയിലെ വലിയൊരാത്മീക സമ്മേളനമാണ് മണക്കിന്റെ വിസ്താരമായ മണപ്പുറത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ. അനേക വർഷങ്ങൾക്ക് പുറകിൽ, പക്ഷേ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മണക്കിന്റെ വിശാലമായ മണപ്പുറത്ത് നടന്ന കൺവെൻഷനിൽ ഒരാൾ പ്രസംഗിക്കാൻ വന്നയാൾ ചില്ലറ പുള്ളിയല്ല, സയന്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. ഏത് ശാസ്ത്രജ്ഞൻ? ചന്ദ്രനിൽ പോയി പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ഗവേഷണം നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ. തൻ്റെ അനുഭവ സമ്പത്തുമായി പ്രഭാഷണത്തിന് മണക്കിന്റെ മണപ്പുറത്ത് തടിച്ചുകൂടിയ 10,000-ങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. അദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രനിൽ പോയ കാര്യവും അവിടെ ഗവേഷണം നടത്തിയ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവിടെ തടിച്ചുകൂടിയ വിശ്വാസ സമൂഹം അത്ഭുതത്തോടെ തന്നെ നോക്കുക. താൻ ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തിയ കാര്യമൊക്കെ വാചാലനായി പറയുമ്പോൾ അത് കേട്ട് തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന വിശ്വാസ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, സഹോദരങ്ങളെ, ഞാന് അങ്ങ് ദൂരെ കാണുന്ന ചന്ദ്രനിൽ പോയതോ അവിടെ ഗവേഷണം നടത്തിയതോ അവിടുത്തെ പാറക്കഷണവും മണ്ണും വെള്ളവും അതൊക്കെ കൊണ്ടുവന്നതോ ഒന്നുമല്ല. വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോൾ അതിലും വലിയൊരു അത്ഭുതം, ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എനിക്ക് മനസ്സിലായി. അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് നോക്കിയാൽ രാത്രി ആകാശത്ത് കത്തി നിൽക്കുന്ന ചന്ദ്രനെയും ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും ഭൂമിയേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും സൂര്യനേക്കാൾ 1000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രക്കൂട്ടങ്ങളെയും 7 സമുദ്രങ്ങളെയും ചരാചര നിമിത്തമായി പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ രക്ഷിക്കുവാൻ മഹത്വം വെട്ടി താണ ഭൂമിയിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ആ അത്ഭുതമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ക്യാൻസർ മാറുന്നത് മാത്രമല്ല അത്ഭുതം, മരിച്ചവനെ ഉയർക്കുന്നത് മാത്രമല്ല അത്ഭുതം, രോഗി സൗഖ്യമാകുന്നത് മാത്രമല്ല അത്ഭുതം, അവൻ ജനിച്ചതും ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. തന്നെത്താൻ ഒഴിച്ചവനായി, ഒഴിഞ്ഞവനായി എന്നല്ല, ഒഴിച്ചവനായി. ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ശൂന്യനായി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിവേഷങ്ങൾ മാറ്റി ശൂന്യനായി എന്നെ കോർമയിൽ കൊള്ളിച്ച, എന്നെ ഈ പുളകിതനാക്കിയ ഒരു പ്രയോഗമാണ്. ശൂന്യനായി എല്ലാം മാറ്റിവെച്ചു. അതല്ലേ വാക്യത്തിന്റെ ആരംഭത്തിൽ ശ്ലീഹൻ പറയുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല, അതാണ് ശൂന്യനായി. ഗാംഭീര്യ പരിവേഷങ്ങൾ മാറ്റി. ആരാണ് ക്രിസ്തു? അവന്റെ പ്രഭ കണ്ട ആരുമില്ല. അല്പമായി കണ്ട ഒരാളെ ഞാൻ പറയാം, പേര് വിശുദ്ധ യോഹന്നാൻ. നിങ്ങൾക്കറിയാമോ, ക്രിസ്തു സേവ നിമിത്തം ഒരിക്കൽ ചക്രവർത്തി യോഹന്നാനെ പിടിച്ചു കെട്ടി തളച്ച എണ്ണയ്ക്കകത്തേക്കിട്ടു. പാത്രത്തിന്റെ അടിയിൽ ഗുമുഗുമ പൊങ്ങുന്ന തീയുടെ ജ്വാല കൊണ്ട് അടുപ്പിന്റെ പുറത്തിരിക്കുന്ന പാത്രത്തിലെ എണ്ണ തിളച്ചും മറിയുകയാ. തിളച്ചും മറിയുന്ന എണ്ണയ്ക്കകത്തേക്ക് ക്രിസ്തു സേവ നിമിത്തം കാൽകരങ്ങൾ ചേർത്ത് കെട്ടി ഒരു ഭക്തനെ വലിച്ചിട്ടിട്ട് ആ എണ്ണപാത്രത്തിന്റെ അടപ്പ് കൊണ്ടടച്ച് ഭാരമേറിയ വെയിറ്റ് അതിന്റെ പുറത്തു വെച്ച്, എന്തിന്? ഇവന്റെ അസ്ഥിക്ക് ചൂട് പിടിക്കുമ്പോൾ, ഇവന്റെ ത്വക്ക് പൊള്ളിക്കുടിരുമ്പോൾ ഇവൻ പ്രാണവെപ്രാണത്തോടെ പുറത്ത് ചാടി രക്ഷപ്പെടാതിരിക്കുക എണ്ണപാത്രത്തിന്റെ വാതിൽ വെച്ച് അടച്ചു വെച്ചു, പുറത്തു വെറ്റും വെച്ചു. എന്നാൽ ചില നിമിഷങ്ങൾ കാത്തിരുന്നു. വറചട്ടിയിൽ വരഞ്ഞ് മസാല പുരട്ടിയ ഒരു മത്തി വറുത്തു കോരുന്നത് പോലെ യോഹന്നാന്റെ ചമ്പലായ ആമേൻ അവന്റെ കരിഞ്ഞുപോയ അസ്ഥിക്കൂട്ടങ്ങൾ തോണ്ടിയെടുക്കുക. ചക്രവർത്തി ആകാംക്ഷഭരിതനായി പട്ടാളക്കാരെ കൊണ്ട് തളച്ച എണ്ണപാത്രത്തിന്റെ വായെന്ന് തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയ കാഴ്ചയാ കണ്ടത്. അവന്റെ അറയുടെ പഴിഞ്ഞു പോയ കാഴ്ചയാ കണ്ടത്. അവന്റെ കാൽമുട്ടാടിപ്പോയ കാഴ്ചയാ കണ്ടത്. തളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് ഒരു രോമത്തിന് പോലും കേടില്ലാതെ സുരക്ഷിതനായി കഴിയുന്ന യോഹന്നാൻ. നമ്മുടെ ദൈവത്തിന് നമ്മെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ബലപ്പെട്. എത്ര വലിയവനാണ് നമ്മുടെ ദൈവം, എത്ര ഉന്നതനാണ് നമ്മുടെ ദൈവം. തളച്ച എണ്ണയ്ക്കകത്തൊരു രോമത്തിനു പോലും കേട് സംഭവിക്കാതെ സുരക്ഷിതനായി സ്വിമ്മിംഗ് പൂളിനകത്ത് കിടക്കുന്ന
പിടിവിട്ടുന്ന ലാഘവത്തോടെ ആയിരിക്കാം യോഹന്നാൻ അതിനകത്ത് കടന്നത്. ഈ കാഴ്ച കണ്ട കരുത്തനായ ചക്രവർത്തിയുടെ കണ്ണ് തള്ളിപ്പോയി. അയാളുടെ അരയുടെ ഏപ്പ് അഴിഞ്ഞുപോയി. അയാളുടെ കാൽമുട്ടും നിശ്ചയമായി ഇളകിയാടി. അയ്യോ എന്ന് ഉറക്ക പിടിക്കണമെന്ന് പലവട്ടമായൊക്കെ തോന്നിക്കാണും. പക്ഷേ ചക്രവർത്തി എന്നൊരു പൊസിഷൻ ഉള്ളത് കൊണ്ട് പിടിവിട്ട് നിലവിളിക്കാൻ പറ്റത്തില്ല. നിലവിളി ഉള്ളിലുടുക്കി വിറച്ചു നിൽക്കുകയാ. വിറകല് കാണിക്കാതെ തളച്ച എണ്ണയ്ക്കകത്ത് അസ്തമിക്കാത്ത യോഹന്നാനെ വലിച്ചു പുറത്തിട്ടു. തളച്ച എണ്ണയ്ക്കകത്ത് തീരാത്ത യോഹന്നാനെ വലിച്ചു പുറത്തിടുമ്പോൾ ചക്രവർത്തിയുടെ അന്തർഗതം മന്ത്രിച്ചു. ഇവൻ സേവിക്കുന്ന ദൈവത്തിന്റെ നാമത്തില് ഇവനെ എണ്ണയ്ക്കകത്തിട്ടത് ഒരു കേടും പറ്റിയില്ല. അപ്പൊ ഇവൻ സേവിക്കുന്ന ദൈവത്തിന് എന്തോ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സർവശക്തനായ ദൈവം അവൻ ശക്തിയുള്ളവനാണ്. ഭയന്ന് വിറച്ച് വീണ്ടും അവനെ വരിഞ്ഞുകെട്ടി ഒരു പായ്ക്കപ്പലിനകത്തോട്ട് വലിച്ചിട്ട് അവിടെ നിന്ന് കപ്പൽ പുറപ്പെട്ട് അങ്ങകലെയുള്ള പത്മോസ്, 100 കിലോമീറ്റർ താഴെ വീതിയും നീളവും ഏതാണ്ട് ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ദ്വീപാണ് പത്മോസ്. പണ്ട് തുറമുഖമായിരുന്നു. യോഹന്നാന്റെ കാലത്ത് തുറമുഖമല്ല, നാമാവിശേഷം സംഭവിച്ചു. ആ യോഹന്നാന്റെ കാലത്ത് കാടും മേടും പിടിച്ചു. യോഹന്നാന്റെ കാലത്ത് ഭീകരമായ കുറ്റവാളികളെ നാടുകടത്തുന്ന ഒരു സ്ഥലമായത് മാറി. നിങ്ങൾക്കറിയാമോ, ഭീകരമായ പത്മോസ് കരിമ്പനകളും കരിമ്പാറക്കൂട്ടങ്ങളാലും നിബിഡീകൃതമായ പത്രോസ്, കരിമ്പാറയുടെ ഇടുക്കിൽ പണം വിരിച്ച് വിഷം ചീറ്റുന്ന വിഷസർപ്പങ്ങൾ, മനുഷ്യന്റെ ചോരയുടെ മണമടിച്ച് പച്ചമാംസം കൊത്തി തിന്നുവാൻ തലയ്ക്ക് മുഖത്തിൽ വട്ടമിട്ട് പറക്കുന്ന മനുഷ്യ കഴുകന്മാർ അവിടെ നാളുകൾക്ക് മുമ്പ് നാടുകടത്തി ഭക്ഷണം വെള്ളം കിട്ടാതെ മരിച്ച് ജീർണിച്ചവരുടെ അസ്ഥിക്കൂടങ്ങൾ ചിതറിക്കിടക്കുന്നു. പത്മോസിന്റെ ഏകാന്തതയിലെ ഭീകരത ഭയന്ന് കടലിലേക്ക് ചാടാൻ ഭാവിച്ച അവനെ വിഴുങ്ങുവാൻ ഭാവിച്ചിരിക്കുന്ന മറ്റ് ജീവികൾ കടലിൽ പത്മോസിന്റെ ഭീകരമായ ഏകാന്തതയിൽ യോഹന്നാനെ വലിച്ചെറിഞ്ഞിട്ട് അസ്തമിച്ചുവെന്ന് പറഞ്ഞ് തിരിച്ച് പൈക്കപ്പൽ പോകുന്നു. പക്ഷേ പത്മോസിന്റെ ഭീകരത യോഹന്നാനെ ബാധിച്ചില്ല. കർത്തു ദിവസത്തിൽ അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് ഇന്ന് രാത്രി നിനക്കൊരു തന്റെ ഇടമുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ഒരു ഭീകരതയും ഇന്ന് രാത്രി നിന്നെ ബാധിക്കയില്ല. ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തു. പകല് പറക്കുന്നത് അസ്ത്രമാണെങ്കിലും, ഇരുട്ടിൽ സഞ്ചരിക്കുന്നത് മഹാമാരിയാണെങ്കിലും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്നത് സംഹാരകനാണെങ്കിലും, നിന്റെ വശത്തു വീഴുന്നത് 1000 ആണെങ്കിലും, നിന്റെ വലതുവശത്ത് വീഴുന്നത് 10,000 ആണെങ്കിലും, ഇന്ന് രാത്രി ആരാധിക്കുന്ന വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഉള്ളത്തിൽ ധൈര്യമുണ്ടോ? ഒരു പ്രതിസന്ധികളുടെ ഭയവും ഇന്ന് രാത്രി നിന്നെ ബാധിക്കയില്ല. നീ നേരിടുന്ന സമരമുഖം എത്ര കടുത്തതാണെങ്കിലും, നീ കടന്നു പോകുന്ന പാതകൾ എത്ര ശോധനകൾ നിറഞ്ഞതാണ്, ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് അകതാരിൽ ഉറപ്പുണ്ടെങ്കിൽ ഭയം ലേശം നിന്നെ ഏശുകയില്ല. നീ ധൈര്യത്തോടെ യാത്ര ചെയ്യും. യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തത തളർത്തിയില്ല. കർത്തൃദിവസത്തിൽ പ്രാർത്ഥിച്ചവൻ ആത്മവിവശതയുണ്ടായി. ആ വിവശതയിൽ അയാൾക്കൊരു പ്രമോഷൻ ലഭിച്ചു. ആ പ്രമോഷൻ കാനഡയിലേക്കല്ല, ആ പ്രമോഷൻ ന്യൂയോർക്കിലേക്കല്ല, ആ പ്രമോഷൻ അബുദാബിയിലേക്കല്ല, ആ പ്രമോഷൻ സ്വർഗത്തിലേക്ക്. പ്രാർത്ഥനയിൽ ആത്മവിവശതയിൽ സ്വർഗത്തിലേക്ക് പ്രമോഷൻ ലഭിച്ച യോഹന്നാൻ കണ്ടു. എന്ത് കണ്ടു? ജീവജലത്തിന്റെ പതഞ്ഞൊഴുകുന്ന പളുങ്ക് നദിയില്ല, അതിന്റെ ഇരുകരയിലും തിങ്ങി നിൽക്കുന്ന ജീവവൃക്ഷമല്ല. യോഹന്നാൻ ആത്മവിവശതയിൽ കണ്ടു. എന്ത് കണ്ടു? ആരെ കണ്ടു? സർവശക്തനായ ക്രിസ്തുവിനെ കണ്ടു. യോഹന്നാൻ കണ്ട ക്രിസ്തു എങ്ങനിരുന്നു? ശൂന്യനായവനല്ല, ഒഴിഞ്ഞവനല്ല. മനസ്സിലായോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാത്തവനല്ല. യോഹന്നാൻ കണ്ട ക്രിസ്തു എങ്ങനിരുന്നു? ഗാംഭീര്യ പരിവേഷങ്ങളില്ലാത്തവനല്ല. യോഹന്നാൻ കണ്ട ക്രിസ്തു എങ്ങനിരുന്നു? അവന്റെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മയായ പഞ്ഞി പോലെ. അവന്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുകയാ, വചനമാകുന്ന വാൾ. അവന്റെ കണ്ണുകൾ രണ്ടും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അവന്റെ മാറത്ത് പൊൻകച്ച ധരിച്ചിരിക്കുന്നു. അവന്റെ കാൽപാദങ്ങൾ രണ്ടും
ഉലയിൽ ചുട്ടുപഴിപ്പിച്ച് വെള്ളോട്ടന് സദൃശ്യമുള്ള കാൽപാദങ്ങൾ ആമേൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാ അവന്റെ ശബ്ദം. എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ഇന്ന് രാത്രി നിന്നെ വാലല്ല തലയാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? നിന്റെ ബന്ധനം അഴിയുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ബന്ധനം അഴിക്കാൻ കരുത്തുള്ള സർവശക്തനായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാ ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കുന്നത്. 7 നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ കാണുകയാ. ഒഴിഞ്ഞവനായ ക്രിസ്തുവിനെയല്ല, ശൂന്യനായ ക്രിസ്തുവിനെയല്ല, ഗാംഭീര്യ പരിവേഷങ്ങളില്ലാത്ത ക്രിസ്തുവിനെയല്ല, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാത്ത ക്രിസ്തുവിനെയല്ല, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ, മഹത്വവാനായ ക്രിസ്തുവിനെ യോഹന്നാൻ കാണുകയാ. ഞാൻ ചോദിച്ചോട്ടെ, പാപത്തിൽ ആണ്ടുപോയ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് അങ്ങനെയാണോ? പറ, അങ്ങനെയാണോ? തീജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടാണോ? അല്ല. മാറത്ത് പൊൻകച്ച ധരിച്ചവനായിട്ടാണോ? അല്ല. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവനായിട്ടാണോ? അല്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായിട്ടാണോ? അല്ലേ, അല്ല. 7 നക്ഷത്രത്തെ വലങ്കയിൽ പിടിച്ചവനായിട്ടാണോ? അല്ല. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായിട്ടാണോ? അല്ലല്ലല്ലല്ല. പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ രക്ഷിപ്പോ യേശുക്രിസ്തു ലോകത്തിൽ അവതരിച്ചത് എങ്ങനെയാ? തന്നെത്താൻ ഒഴിച്ചവനായി ഗംഭീര പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ആ ഭാഗം ഇന്ന് രാത്രിയിൽ വിടുകയാണ്. തന്നെത്താൻ ഒഴിച്ചു, എല്ലാം മാറ്റിവെച്ചു. വിശദീകരണങ്ങൾ പലതുണ്ട്. അടുത്ത ഭാഗം കൂടി എനിക്ക് പറയേണ്ടിയത് കൊണ്ട് അവസാനം ഒരു പാട്ടോടെ നമുക്ക് ചേർന്ന് പാടേണ്ടിയത് കൊണ്ട് തന്നെത്താൻ ഒഴിച്ചു എന്ന പദം ഞാൻ മാറ്റുകയാണ്. അടുത്തത് എങ്ങനെയാ ജനിച്ചത്? വേഷത്തിൽ അവൻ ആരായി എന്ന് ഉറക്കെ പറഞ്ഞ്? മനുഷ്യനായി. തകർത്ത ഇടിമുഴക്കമല്ലേ അവൻ? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനെയല്ലേ അവൻ? കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശമല്ലേ അവൻ? പക്ഷെ അവൻ ലോകത്തിൽ ജനിച്ചത് എങ്ങനെയാ? തകർത്ത ഇടിമുഴക്കം പോലെയാണോ? കോടി സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശമായിട്ടാണോ? അവൻ ലോകത്തിൽ ജനിച്ചത് എങ്ങനെയാണ്? വേഷത്തിൽ നല്ല പച്ച മനുഷ്യനായി. എലിയായോ, പുലിയായോ, വല്ലിയായോ, മാറ്റയായോ, ആനയായോ, തലപൊക്കി നിൽക്കുന്ന വമ്പൻ വൃക്ഷമായോ, മണ്ണ് തൊട്ട് മാനം മുട്ടി നിൽക്കുന്ന കൂറ്റൻ പർവ്വതമായോ, നിറഞ്ഞൊഴുകുന്ന പുഴയായോ ഒന്നുമല്ല. ആ പുഴയിൽ നീന്തി തുടിക്കുന്ന മത്സ്യമായിട്ടോ ഒന്നുമല്ല. അവൻ ലോകത്തിൽ ജനിച്ചത് മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവമായ ക്രിസ്തു ലോകത്തിൽ ജനിച്ചത് വേഷത്തിൽ മനുഷ്യനോ. കരമുയർത്തിയവനെ ഒന്ന് മഹത്വപ്പെടുത്ത. വേഷത്തിൽ മനുഷ്യനായി. അതിന് കാരണം പലതാ. 2 കാരണം ഞാൻ പറയാം. അതിലൊരു വാക്യമാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവരാകൊണ്ട് അവനും അവരെ പോലെയായി. സ്തോത്രം. എന്തൊരു അത്ഭുതമായില്ലേ! സൃഷ്ടി പാപത്തിൽ വീണ് തകർന്നു പോയപ്പോൾ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ സൃഷ്ടാവ് സൃഷ്ടിയെ പോലെയായി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായെന്ന്. ഇവിടുത്തെ മനുഷ്യർ പലരും ദൈവങ്ങളാകാൻ ശ്രമിക്കുമ്പോൾ, ഇവിടുത്തെ മനുഷ്യർ പലരും ദൈവങ്ങളായി നടക്കുമ്പോൾ, സാക്ഷാൽ മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി ദൈവം മനുഷ്യനായി മാറിയ ഒരുവനുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. വേഷത്തിൽ മനുഷ്യനായി. പാട്ടുകാരൻ പാടിയില്ലേ? വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ. നല്ലൊരു പാട്ടാ അത്. മനുഷ്യ ജന്മം എടുത്ത നിന്നെ കേട്ടിട്ടില്ലേ? വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ. എങ്ങനെയാ? നന്ദിയോടെ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ. നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ. കരമടിച്ചു പാടാം. വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ. നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ രക്ഷകനെ. നന്ദിയോടെ
വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തി. എന്നോട് ചേർന്ന് പാടാ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, മനുഷ്യ ജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു. ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. അടുത്തൊരു വരിയുണ്ട്, അത് ശ്രദ്ധേയമാണ്. ആട്ടിൻ തൊഴുത്തിൽ, ഓ ആട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ഓ ആട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ആട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മനോഹരമായ പാട്ടാണ്. എന്താ പഴയ പാട്ടിന്റെ ജീവൻ. പ്രത്യേകിച്ച് ഇവരും കൂടെ പാടുമ്പോൾ ആ ജീവൻ അങ്ങനെ തുടിക്കുകയാ. ഞാൻ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടാ, പാടാൻ ആഗ്രഹിക്കുന്നത് പഴയ പാട്ടാ, കേൾക്കാൻ കൊതിക്കുന്നത് പഴയ പാട്ടാ. പുതിയ പാട്ടുകളോട് പിണക്കമില്ല, പുതിയ പാട്ടുകളും നല്ലതാണ്, അതും എനിക്കിഷ്ടമാ. പക്ഷേ പഴയ പാട്ടുകൾ വെറുതെ ഉണ്ടായതല്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, തീവ്രമായ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ വേവ് പൂർണ്ണമായി പുറത്തു വന്നവയാണ് പഴയ പാട്ട്. അതുകൊണ്ട് പഴയ പാട്ടുകാർ മരിച്ചെങ്കിലും പഴയ പാട്ടുകൾ മരിച്ചിട്ടില്ല, അതെന്നും ജീവിക്കുന്നു. തലമുറകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നു. എത്ര അർത്ഥവത്തായ വരികളാണ്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ, ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. മനസ്സിലായോ അതിന്റെ അർത്ഥം? ജനനം മാട്ടിൻ തൊഴുത്തിലാണെങ്കിലും, ഓ എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുകയോ, എടുത്തത് ഹീനവേഷമാണെങ്കിലും നിന്നെ ഞാനങ്ങ് വാഴ്ത്തുകയാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജനനം വഴിയോരത്താണെങ്കിലും, കിടത്തിയത് മാട്ടിൻ തൊഴുത്തിലാണെങ്കിലും, എടുത്തത് ഹീനവേഷമാണെങ്കിലും നീ ആരാധനയ്ക്ക് യോഗ്യനാണ്, നീ പുകഴ്ചകൾക്ക് യോഗ്യനാണ്. കരമുയർത്തിയവനെ ഒന്ന് ആരാധിക്കുക, പോരാ കരം അടിച്ചവനെ ഒന്ന് ആരാധിക്കുക. ഇന്ന് രാത്രി അവനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ചെങ്ങലകൾ അഴിയും. ഇന്ന് രാത്രി അവനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ അഴിയും. ഇന്ന് രാത്രി നീ അവനെ ആരാധിക്കുമ്പോൾ നിന്റെ രോഗങ്ങൾ അഴിയും. ഇന്ന് രാത്രി അവനെ ആരാധിക്കുമ്പോൾ നിന്റെ കെണികൾ അകന്നു മാറും. ഇന്ന് രാത്രി നീ അവനെ ആരാധിക്കുമ്പോൾ ഒരു പുതുബലത്തോടെ മടങ്ങിപ്പോകും. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിയട്ടെ. വന്നത് രോഗബന്ധനമായിട്ടാണോ? വന്നത് കടഭാരമായിട്ടാണോ? വന്നത് മാനസിക സമ്മർദ്ദത്തോടെയാണോ? ഉറപ്പോടെ പറയാ, നീ മടങ്ങിപ്പോകുന്നത് രോഗിയായിട്ടല്ല, നീ മടങ്ങിപ്പോകുന്നത് കടബാധ്യതയോടെയല്ല, നീ മടങ്ങിപ്പോകുന്നത് മാനസിക സമ്മർദ്ദത്തോടെയല്ല. ആരാധനയ്ക്ക് യോഗ്യനായവര് ഇന്ന് രാത്രി നീ ആരാധിച്ചാൽ നാളെയല്ല, ആശീർവാദം കഴിയുമ്പോഴല്ല, ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന നിമിഷം തന്നെ നിന്റെ ചെങ്ങലകൾ അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ഞാൻ ആ പാട്ട് കേട്ട് തുള്ളിച്ചാടിപ്പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വീട്ടിനകത്ത്, കാറിനകത്ത് ഞാൻ ആ പാട്ട് കേട്ട് വണ്ടി നിർത്തി ആത്മാവിൽ അന്യഭാഷയിൽ മിനിറ്റുകളോളം ആരാധിച്ചിട്ടുണ്ട്. എന്നെ പുളകിതനാക്കിയ വിപ്ലവത്തിന്റെ തരംഗം അവനോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ സൃഷ്ടിച്ച വരികള്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ,
ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തുകയാ. നിന്റെ ജനനം മാറ്റിൻ തുണിത്തിലാണെങ്കിലും നീ എടുത്തത് ഹീനവേഷമാണെങ്കിലും നിന്നെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറെയില്ല. എങ്ങനെ ഇരുന്നാലും യേശുവിനെ പോലെ യോഗ്യൻ വേറെ ആരുമില്ല. മഹത്വത്തിലിരുന്നാലും മരക്കുരിശിൽ തകർന്നു കടന്നാലും ദൈവത്വത്തിലിരുന്നാലും പുത്രത്വത്തിലിരുന്നാലും ദാസ്വത്വത്തിലിരുന്നാലും രാജാവായിരുന്നാലും മരക്കുരിശിൽ തകർന്നു കടന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനായ ഒരുവൻ വേറെയില്ല. അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. പാപികൾക്ക് നീതി വഴി ഓതിത്തന്നോനെ, പാരിടത്തിൽ വന്ന നിന്നെ ഓർത്ത് വാഴ്ത്തിടുക ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടവനെ, മനുഷ്യ ജന്മമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. അപ്പൊ വേഷത്തിൽ മനുഷ്യനായി പ്രിയരെ, നല്ല പച്ച മനുഷ്യനായി. എന്തുകൊണ്ട് മഹാദയ്യം വേഷത്തിൽ മനുഷ്യനായി? ഗാംഭീര്യ പരിവേഷത്തോടെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് ദയ്യമായവന് വന്നുകൂടായിരുന്നോ? വരാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടത് മാറ്റിവെച്ചും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന് ചോദിച്ചാൽ, ഒരു പണ്ഡിത വരിയണിയന്റെ വാക്ക് കടമെടുത്ത് പറയാം. കടപ്പാടാണ്. കടപ്പാടാണെങ്കിലും കടമെടുത്ത വാക്കുകളാണെങ്കിലും അത് സത്യമാ, അതാണ് സത്യം. അതിനപ്പുറം ഒരു സത്യമില്ല. എന്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി? ഉത്തരം, മരിക്കാനാണ് വേഷത്തിൽ മനുഷ്യനായത്. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാ? മരിക്കാനാ. ഇവിടെ മരിക്കാൻ വന്ന ഒരുത്തനുമില്ല. നിങ്ങൾക്ക് മരിക്കാൻ സന്തോഷമുണ്ടോ? ഒരുത്തർക്കും മരിക്കാൻ സന്തോഷമില്ല. എനിക്കും മരിക്കാൻ സന്തോഷമില്ല. ആരും ഇഷ്ടപ്പെടാത്തതാണ് മരണം. അതുകൊണ്ടല്ലേ BP നോക്കുന്ന വിഷയൻ ആമസോണിന്നാ വരുത്തിയത്. ഷുഗർ നോക്കുന്ന വിഷയൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വരുത്തിയത്. കൃത്യം ഫാമിലി ഡോക്ടർ, കൃത്യം ചെക്കപ്പ്. മരിക്കാൻ മനസ്സില്ല. ഇവിടെ ജനിക്കുന്ന മനുഷ്യന് മനസ്സില്ലാത്ത ഒരു കാര്യമാ മരിക്കാൻ. നിങ്ങൾക്കറിയാമോ, ലോകത്തെ വിറപ്പിച്ച് കിടുകിട ഇളക്കി മറിച്ച് പോപ്പ് ഗായകനാണ് മൈക്കിൾ ജാക്സൺ. ഇഷ്ടമല്ല ഒറ്റ കാര്യം, മരണം. ആഗ്രഹം 150 വർഷം. അതിൽ കൂടുതൽ എങ്ങനാ? മോശമല്ലേ ആരെങ്കിലും കേട്ടാൽ? 150 വർഷം. അതിന് എത്ര ഡസൻ കണക്കിന് ഡോക്ടേഴ്സിനെ സജ്ജമാക്കി. താൻ ഉപയോഗിക്കുന്ന വസ്ത്രം ലാബിൽ ടെസ്റ്റ് ചെയ്ത് അണുവിമുക്തമാണ് എന്ന് ഉറപ്പിച്ചാണ് ധരിക്കുന്നത്. കഴിക്കുന്ന ആഹാരം, കുഴിക്കുന്ന വെള്ളം, ഇതെല്ലാം ലാബിൽ ടെസ്റ്റ് ചെയ്യും. കണ്ണ് പോയാൽ കണ്ണ് കൊടുക്കാൻ ആള്, അത് സർജറി ചെയ്യാൻ ഡോക്ടർ. ഹാർട്ട് പോയാൽ ഹാർട്ട് ഡൊണേറ്റ് ചെയ്യാൻ ആള്, അത് മാറ്റിവെക്കാൻ ഡോക്ടേഴ്സ്. എല്ലാവരെയും ശമ്പളം കൊടുത്ത് കൂടെ നിർത്തിയിരിക്കുന്നു മൈക്കിൾ ജാക്സൺ. കോടികളാണ് മുടക്കുന്നത്. കോടികൾ മുടക്കി ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുമ്പോൾ മൈക്കിൾ ജാക്സന്റെ ഉള്ളിലെ ആഗ്രഹം 150 വർഷം ജീവിക്കണം, മരിക്കരുത്. മരിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് 150 വർഷം ജീവിക്കുക എന്ന പുതിയോടെ എല്ലാ സംവിധാനങ്ങളും ചെയ്തു ജീവിച്ചു. പക്ഷേ 50-ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ പരുന്തുപോലെ മരണം വന്ന് തന്നെ റഞ്ചിക്കൊണ്ടുപോയില്ലേ. മനുഷ്യനാരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ആരും മരിക്കാൻ ജനിച്ചവനല്ല. പക്ഷെ മരിക്കാൻ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവേ. അതുകൊണ്ട് അനാചാരങ്ങൾ തേരോട്ടം നടത്തുന്ന, അന്ധവിശ്വാസങ്ങൾ പോരാട്ടം നടത്തുന്ന കൊരിന്ത് പട്ടണത്തിന്റെ ചങ്കിൽ കാലുകുത്തി പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന്. മരിക്കാനാ വന്നത്. അവന്റെ വാക്കുകളിലെല്ലാം അതങ്ങനെ നെടലിച്ച് നിൽക്കുക. അതുകൊണ്ടല്ലേ അവിടുന്ന് മൊഴിഞ്ഞത്, മന്ദിരം പൊളിക്കടോ, ഈ മന്ദിരം പൊളിക്ക്, 3 ദിവസം കൊണ്ട് പണിത് കാണിക്കാം. അവന്റെ പ്രഖ്യാപനങ്ങളിലെല്ലാം മരിക്കാൻ വന്നു എന്നുള്ളതുണ്ട്. വിശദീകരിക്കുന്നില്ല. അപ്പൊ വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാ. ക്രിസ്തുവിദ്വേഷികൾ ചോദിക്കും, കടപ്പാടാണ്. മറ്റൊരു പണ്ഡിതന്റെ വാക്ക് കടമെടുത്ത് പറയുക. ക്രിസ്തുവിദ്വേഷികൾ ചോദിക്കും, യേശു ക്രിസ്തു ദൈവമാണോ? ഞങ്ങൾ പറയും, നീക്കമില്ലാത്ത നിസ്തുല്യനായ സത്യദൈവം തന്നെ. അപ്പൊ ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിന് മരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് മരണമുണ്ടോ? ദൈവത്തിന് മരണമില്ല. ക്രിസ്തു മരിച്ചില്ലേ? ക്രിസ്തു മരിച്ചു. അപ്പൊ ക്രിസ്തു എങ്ങനെയാ ദൈവമാകുന്നത്? അതിന്റെ ഉത്തരമല്ലേ വേഷത്തിൽ അവൻ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായതുകൊണ്ട് മരിക്കണമെന്നില്ലല്ലോ. എന്താണ് മരണം? മരണമെന്ന പ്രതിഭാസത്തിന്റെ അടിവേര് തേടിയോടിയാൽ
അത് രംഗബോധമില്ലാത്ത കോമാളി മാത്രമല്ല, അത് പ്രതിഭാസം മാത്രമല്ല, അത് വികൃതി മാത്രമല്ല. മരണമെന്ന പ്രതിഭാസത്തിന്റെ അടിവേര് തേടിയോടിയാൽ പുസ്തകം പറയും പാപത്തിന്റെ കൂലിയാണ്, പാപത്തിന്റെ ശമ്പളമാണ് മരണം. അപ്പൊ യേശുക്രിസ്തു മരിച്ചത് പാപം ചെയ്തത് കൊണ്ടല്ല. പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ, പാപം ചെയ്യുന്നവൻ മരിക്കുമെങ്കിൽ, യേശുക്രിസ്തു മരിച്ചത് പാപം ചെയ്തത് കൊണ്ടല്ല. ഇന്ന് രാത്രി തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തു പരിശുദ്ധൻ. അതാ നിങ്ങളൊരു ഹല്ലേലൂയ പറയാത്തത്? യേശുക്രിസ്തു പരിശുദ്ധൻ. അവനെ വിധിച്ച മതകോടതികളിൽ ഒറ്റ ന്യായാധിപന്മാർക്ക് ഇല്ലോളം തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. സകല വിധികർത്താക്കളും യേശുവിനെ നോക്കി പറഞ്ഞത് നീതിമാൻ, കുറ്റമില്ലാത്തവൻ. മഹണ്ടോ എന്താണ് ക്രിസ്തുവിനെ നോക്കി പറഞ്ഞത്? അവൻ വെളിച്ചം പോലെ പരിശുദ്ധനാണ്, അവൻ കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കനാണ്, അവൻ കുഞ്ഞാട് പോലെ നിർദോഷിയാണ്, അവനെ പോലെ വിശുദ്ധൻ ആരുമില്ല. പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ സ്നേഹിത, യേശു പാപം ചെയ്തിട്ടല്ല മരിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിന്റെ പാപം വഹിച്ചാണ് അവൻ മരിച്ചത്. യേശു മരിച്ചത് ഗെത്സമനയിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്ക് പാടാം. രാജാതിരാജൻ വരുന്നതാ തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ പ്രിയപ്പെട്ടോട് ചേർന്ന് പാടി ആരാധിച്ച 5 മിനിറ്റ് കൂടി നിർത്താം. ഗെത്സമനയിലേക്ക് ഒന്ന് പോകാം. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുക. ക്രൂശീകരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പുതിയൊരു വെളിപ്പാടിനോ അഭിഷേകത്തിനോ അല്ല. ശുശ്രൂഷ മുഴുവൻ നിവർത്തിച്ചു കഴിഞ്ഞു. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാ? എനിക്കും നിങ്ങൾക്കും വേണ്ടി. കൂടെ വന്ന 3 എണ്ണം ഒരമ്പിൻപാട് മാറി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ യേശു ഗെത്സമനയുടെ കൂരിരുട്ടിൽ അർദ്ധരാത്രിയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നു, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു പ്രതിഭാസം ഉണ്ടായി. എന്താണ് ആ പ്രതിഭാസം? ആ പ്രാർത്ഥനയിലുണ്ടായ പ്രതിഭാസം അവന്റെ വിയർപ്പിൻതുള്ളികൾ നിലത്തു വീഴുന്ന വലിയ രക്തത്തുള്ളി പോലെയായി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ വിയർപ്പിന് പകരം രക്തത്തുള്ളി പോലെ പുറത്തോട്ട് വന്നത്? ആ സമയം ഒരു വലിയ സംഭവം ഗെത്സമനയിൽ നടന്നു. എന്ത്? സകല കോടി ജനങ്ങളുടെ പാപം ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനായി ജനിച്ചതും ജനിച്ചു കഴിഞ്ഞതും ജനിക്കാൻ പോകുന്നതുമായ അഖില കോടി ജനവിഭാഗത്തിന്റെ പാപം ഗെത്സമനയിൽ മുട്ടുകുത്തിയ യേശുക്രിസ്തുവിന്റെ മേലേക്ക് പിതാവായ ദൈവം ചുമത്തി. പാപം പെരുമഴ പോലെ അവന്റെ മേൽ പെയ്തു. യോഹന്നാൻ അവനെ നോക്കി പറഞ്ഞില്ലേ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ മേൽ ജനകോടികളുടെ പാപം മുഴുവൻ ചുമത്തപ്പെട്ടു. പാപത്തിന്റെ ഭാരം വഹിക്കാൻ കഴിയാതായപ്പോൾ വിയർപ്പിന് പകരം ചോരത്തുള്ളി പോലെ പുറത്തോട്ട് വന്നത്. എനിക്ക് കൊതി തീരുന്നില്ല പ്രസംഗിച്ചവനെ, എങ്കിലും ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. ക്രൂശീകരണ വേളയിലെ ഏറ്റവും മൃഗീയമായ രംഗമെന്ന് പറയുന്നത് ചട്ടയുടെ അടിയല്ല, മുൾക്കിരീടം അവന്റെ ശിരസിൽ വെച്ചതല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയെക്കുറിച്ച് ഒരു ചരിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഫോണിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. വായിച്ചു കേൾപ്പിക്കാൻ കൊതിയുണ്ടെങ്കിലും വിട്ടുകളയുകയാ. അവന്റെ ശരീരത്തിൽ എത്ര മുറിവായിരുന്നെന്നറിയാമോ? 1000-ഓ 500-ഓ ഒന്നുമല്ല, 4850 പരം മുറിവുകൾ അവന്റെ യൗവന പൂമേനയിലുണ്ടായിരുന്നു. മാറിടത്തിൽ മാത്രം, വിലാപ്പുറത്ത് മാത്രം, ആ ഭാഗത്ത് മാത്രം ആഴത്തിലുള്ള 17 വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല തലയിൽ 17 മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ മുടിയാ വെച്ചത്. തിരുവല്ലക്കാരനൊരു അച്ചായൻ എനിക്കുണ്ട്, എൻ്റെ വലിയ സ്നേഹിതന. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ യെരൂശലേം സന്ദർശിക്കാൻ പോയതാ, മോനൊരു കാഴ്ച കാണണോ? ഞാൻ പറഞ്ഞു കാണണം. ഓടിച്ച നിത്ര എന്ന് ഇളവോട് മുള്ളെടുത്തോണ്ട് വന്നു. ആ മുള്ള ഉയർത്തിപ്പിടിച്ചിട്ട് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞ്. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ കരയുന്നത്? ഇത് എൻ്റെ കർത്താവിൻ്റെ തലയിൽ വെച്ച മുള്ള. ആ മുള്ളല്ലെങ്കിലും ആ വർഗത്തിൽപ്പെട്ട മുള്ള. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു മുൾക്കുലയ. പൂക്കുലയെന്നും ബാക്കിൻ കുലയെന്നും തെങ്ങിൻ കുലയെന്നും ഒക്കെ വാഴക്കുലയെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. മുൾക്കുലയെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മുൾക്കുലയ, അതിനകത്ത് നിരവധി മുള്ളുകളുണ്ട്. അത് മൂക്കുമ്പോൾ വൃക്ഷത്തോട് ചേർത്ത് അറുത്തെടുക്കും. എന്നിട്ട് ശുദ്ധമായ ഒലിവെണ്ണയ്ക്കകത്ത് ചില ദിവസങ്ങൾ പൊക്കി വെക്കും. വീണ്ടും അതിനെ പൊക്കിയെടുത്ത് ചൂളയ്ക്കകത്തേക്കിടും. അപ്പോൾ ആ മുള്ള് ടെമ്പറാകും. കരിമ്പിന്റെ കരുത്താണിയുടെ കരുത്താകും. 4, 5, 6 ഇഞ്ച് വരെ നീളമുണ്ട്. ഈ മുള്ള് മുടി വളച്ച് കിരീടമുണ്ടാക്കിയിട്ട് നസ്രായന്റെ തലയിൽ അടിച്ചു വെച്ചത്. ക്രൂശീകരണ രംഗങ്ങളിലെ എല്ലാ പീഡാനുഭവങ്ങളും അവന് സഹിക്കാമായിരുന്നു. വിലാപ്പുറം, മാറും പുറവും ചട്ട
തലവാറ് കൊണ്ട് അടിച്ച് തകർത്തപ്പോൾ, ഉടവ് ചാല് പോലെ പുറം കീറിയപ്പോൾ അവൻ നിലവിളിച്ചില്ല. യെശയ്യാവിന്റെ ഭാഷ, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ വാതുറക്കാതെ അവനിരുന്നു. ആ ഭരമേറിയ മുൾക്കിരീടം തലയിൽ വെച്ച് കോല് കൊണ്ട് അടിച്ചുറക്കുമ്പോൾ മിണ്ടിയില്ല, അനങ്ങിയില്ല. സകല പീഡാനുഭവങ്ങളും അവന് സഹിക്കാമായിരുന്നു. സഹിക്കാൻ കഴിയാതെ പോയ രംഗം, മനുകുലത്തിൻ്റെ പാപം മുഴുവൻ ശിരസിൽ ചുമത്തിയപ്പോൾ അത് താങ്ങാൻ കഴിഞ്ഞില്ല. യെശയ്യാവ് പറഞ്ഞില്ലേ, അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്ക നിലയിൽ അവൻ നിന്ദിതനായി വിരൂപനായി. ക്രൂശീകരണ വേളയിൽ എൻ്റെ യേശു ഏറ്റവും അധികം വിരൂപനായതപ്പെടാ. ആറും പുറവും അടിച്ചു കീറിയപ്പെടല്ല, മുഖത്തെ താടിരോമം പറിച്ചെടുത്ത് മുഖത്ത് തുപ്പിയപ്പെടല്ല, മുൾമുടി തലയിൽ അടിച്ചിറക്കിയപ്പെടല്ല, 180 കിലോ തൂക്കമുള്ള മരക്കുരിശ് തോളിൽ വെച്ചപ്പെടല്ല, 350 കുതിരപ്പട്ടാളക്കാർ തല്ലി 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 കാവുകുളത്തിലേക്ക് കൊണ്ടുപോകപ്പെടല്ല. ക്രൂശീകരണ വേളയിൽ അവൻ ഏറ്റവും അധികം വിരൂപനായത് ഒരു ചിന്തകന്റെ അഭിപ്രായം, ഗെത്സമനയിൽ സകല ജനത്തിന്റെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അവൻ വിരൂപനായി. ഗെത്സമനയിൽ മനുകുലത്തിന്റെ പാപം മുഴുവൻ ചുമത്തപ്പെട്ടപ്പോൾ, പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ പാപം മുഴുവൻ വഹിക്കപ്പെട്ടപ്പോൾ, ചുമത്തപ്പെട്ടപ്പോൾ മരിക്കാനുള്ള അവകാശം അവൻ നേടി. ലോകത്തിൽ ഏറ്റവും അധികം ലാഭമുണ്ടായ ഒരു മരണമുണ്ടെങ്കിൽ യേശുവിന്റെ മരണമോ. അവന്റെ മരണത്തിലൂടെ ഒരു പുത്രനല്ല, അനേക പുത്രന്മാരാണ് ജീവങ്കലേക്ക് പ്രവേശിച്ചത്. പാപാന്ധകാരത്തിൽ കിടന്നുകൊണ്ട് യേശുവിന്റെ ബലിമരണമെന്റെ മോചനത്തിനാണ് വിശ്വസിക്കുന്നവൻ പാപത്തിന്റെ മരണത്തിൽ നിന്നും നിത്യജീവങ്കലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വിട്ടുകളയുകയാണ്. അങ്ങനെ ഗെത്സമനയിൽ വെച്ച് പാപം ചുമത്തപ്പെട്ടവൻ മനുകുലത്തിന്റെ പാപം വഹിച്ച് അങ്ങ് ദൂരെ ഗാഗുൽത്തയിലേക്ക് നടന്നു. പാലസ്തീന്റെ മണ്ണിടിഞ്ഞ കുരിശിന്റെ പാതകിലൂടെ ഒരു തളിരില പോലും തണലില്ലാതെ അടിയേറ്റ് വെച്ച് വിറച്ചു വീണു എഴുന്നേറ്റ് മാടി ഉലഞ്ഞും ഗാഗുൽത്തയിലേക്ക് നടന്നു. അങ്ങ് ദൂരെ തലയോടിന്റെ ആകൃതിയിൽ തലപൊക്കി നിൽക്കുന്ന ഗാഗുൽത്തയുടെ നെറുകയിൽ 150 കിലോ തൂക്കമുള്ള പച്ചമര കുരിശിൽ 2 കള്ളന്മാർക്ക് നടുവിൽ 3 ആണിമേൽ അവൻ തൂങ്ങപ്പെട്ടു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ മനുകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മരിച്ചു. യേശുവിന്റെ മരണമാത്മഹത്യയോ കൊലപാതകമോ അല്ല, മനുകുലത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പരമയാഗമാ. എന്റെ സഹപ്രവർത്തകൻ ഭാഷ മനോജ് മാത്യുവിന്റെ വാക്ക് കടമെടുത്തു പറയാം. അവന്റെ മരണം ഒരു പാപപരിഹാര യാഗമായിരുന്നു. ആ യാഗം പൂർണ്ണമാകുന്നത് എപ്പോഴാ? പാപിയേ, യേശു മരിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് വായി കൊണ്ടവനെ സ്വീകരിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി പാപപരിഹാര യാഗമായത് നിന്നിൽ നിവർത്തിയാകയാ. ഈ കൺവെൻഷൻ അങ്ങോട്ട് നിവർത്തിയായെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. മരിച്ച ശേഷം അവനെ അടക്കപ്പെട്ടവൻ കല്ലറയ്ക്കകത്ത് 3 ദിവസമേ കടന്നുള്ളൂ. 3-ാം ദിവസം കല്ലറയുടെ കനത്ത കവാടത്തെ തകർത്ത് കനത്ത കാവൽ പട്ടാളക്കാരെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുഷ്യന്റെ പാപത്തിന്റെ ബോധനത്തിന് വേണ്ടി മരിച്ചവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പ്രകൃതി ശക്തിക്ക് പങ്കില്ല, മനുഷ്യന്റെ കരത്തിന് പങ്കില്ല. പത്രോസ് പറയുന്നു ആത്മാവ് അവനെ ഉയർപ്പിച്ചു. വീണ്ടും പത്രോസ് പറയുന്നു പിതാവ് അവനെ ഉയർപ്പിച്ചു. വീണ്ടും വചനം പറയുന്നു അവൻ ഉയർത്തു. അവന്റെ ഉയർപ്പിൽ ത്രിത്വം ഒന്നിച്ച് സമ്മേളിക്കുന്നു, ഉയർത്തു. 40 രാപകലുകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പോയി. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. എന്തിന്? നമുക്ക് സ്ഥലമൊരുക്കാൻ. വെറുതെയല്ല പോയത്, വരാമെന്ന് പറഞ്ഞിട്ട്. 2022 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗാരോഹണം ചെയ്തു പോയി. വരാമെന്ന് പറഞ്ഞു. അവൻ പോഷ്ക്ക് പറയുന്ന ദൈവമല്ല, അവൻ വരും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. പോരാ, ശക്തിയോടെ. ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചെങ്കിൽ, ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിച്ചെങ്കിൽ, മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചെങ്കിൽ, ഉയർക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്തെങ്കിൽ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം നിവർത്തിയാകാതിരിക്കത്തില്ല. വരുവാനുള്ളവൻ എത്രയും വേഗം വരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ക്രിസ്തു കത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ഇന്ന് രാത്രി കാഹളനാദത്തിന്റെ അകമ്പടിയോടെ പുനരാഗമിച്ചാൽ അവന്റെ വരവിൽ അവനെ എതിരേൽപ്പാൻ ഞാൻ എടുക്കപ്പെടുമെന്ന് പ്രാഗൽഭ്യമുള്ളവർ കരമെന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി ആ പ്രാഗൽഭ്യം പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷകൻ നിന്റെ ചാരേ. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണത്തിലൂടെ മാനവരാശിക്ക് വിഭാവന ചെയ്ത നിത്യമായ രക്ഷയും പാപമോചനവും
സൗജന്യമായി വിശ്വാസത്താൽ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ വാതിലവൻ മുട്ടുന്നു. നിനക്കാത്ത നേരം ക്ഷണിക്കാത്ത അതിഥിയായി സ്നേഹിത, മരണം നിന്നെ ഗ്രസിക്കും മുമ്പേ പാപമങ്കുരമായ ജീവിതത്തോട് വിട പറയുക. പാപമോചകനാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അവനെ നിന്റെ ദൈവമായി വിശ്വസിക്കുക. അവന് വേണ്ടി ഹൃദയം കൊടുക്കുക. അവൻ ഒരുക്കുന്ന നിത്യതയ്ക്ക് അംശിയാകും. യേശുവേ, ഞാനൊരു പാപിയാണ്. അങ്ങ് വന്നത് എനിക്ക് വേണ്ടി, ക്രൂശിൽ തകർന്നത് എനിക്ക് വേണ്ടി. അവിടുത്തെ ക്രൂശ് മരണത്തിന്റെ സാധ്യത പാപത്തിന്റെ മോചനമായി വിശ്വസിക്കുന്നു. പാപം തകർത്ത് എൻ്റെ ജീവിതത്തിന്റെ ശിഷ്ടായി പാപപരിഹാരകനായ രക്ഷക അങ്ങേക്കായി തരുന്നു. അങ്ങന്റെ ഹൃത്തടത്തിൽ വരണമേ. അങ്ങൊഴുക്കിയ പരിശുദ്ധ ചോര കൊണ്ട് പാപത്തിന്റെ കറ കഴുകി എന്നെ മകനും മകളുമാക്കി അങ്ങൊരുക്കുന്ന നിത്യരാജ്യത്തിന്റെ അംശയാക്കി മാറ്റണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? നിങ്ങൾക്ക് മുൻപോട്ട് വരാം. പരസ്യമായി വേദിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. മുൻപോട്ട് വരാൻ ജീവിതത്തിന്റെ സാഹചര്യം അനുവദിക്കാത്ത പക്ഷം യാത്രയിലാകട്ടെ, കിടക്കയിലാകട്ടെ, ഇരിപ്പിടത്തിലാകട്ടെ, നിൽക്കുന്ന നിപ്പിലാകട്ടെ, യേശുക്രിസ്തുവിനായി ഇന്ന് രാത്രി ഹൃദയത്തെ സമർപ്പിച്ച് അവന്റെ കാൽവരയിലെ മരണത്തിലൂടെ വിഭാവന ചെയ്ത നിത്യമാകുന്ന രക്ഷ സൗജന്യമായി പ്രാപിച്ച് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിൽ നിന്നും ഞാൻ ഇന്ന് രാത്രിയിൽ വിരമിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ 2 ചരണം മാത്രം കൊയർ പാടും. 9 മണിക്ക് തന്നെ നമ്മൾ അവസാനിപ്പിക്കും. ആരും പന്തൽ വിട്ടു പോകരുത്. ഒരു പക്ഷേ നിന്നെ തൊടുന്നത് ഈ അവസാന നിമിഷമായിരിക്കാം. ദൈവം എല്ലാവരും ആ പാട്ട് ഒന്ന് പാടാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ജനത്തെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വചനം നിത്യജീവനായി, പാപമോചനമായി, ദൈവശക്തിയായി, രോഗസൗഖ്യമായി വ്യാപരിക്കട്ടെ. ഈ വചനത്തിലൂടെ ജനം ശുദ്ധരാകട്ടെ, ധന്യരാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കയറിനോട് ചേർന്ന് ആ പഴയ ഗാനത്തിന്റെ 2 ചരണങ്ങൾ കരമടിച്ചു പാടി സന്തോഷത്തോടെ നമുക്ക് പിരിയാം. യെസ്, കരമടിയാം. യെസ്.